മാത്തമാറ്റിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ കുട്ടികൾക്കും രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ റിലേഷൻസ് എന്ന വാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് നമുക്കിവിടെ പരിചയപ്പെടാനുണ്ട്. അതിലാദ്യത്തേതാണ് ഓർഡേർഡ് പെയർ. നമുക്ക് ഓർഡേർഡ് പെയർ എന്താണെന്ന് നോക്കാം. ഓർഡേർഡ് പെയർ എന്താണെന്ന് നോക്കാം. പെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ടെണ്ണം ചേരുമ്പോഴാണ് ഒരു ജോഡി, അല്ലേ? അതിനെയാണ് നമ്മൾ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഡേർഡ് പെയർ എന്തായിരിക്കും? ഓർഡർ ചെയ്ത പെയറിനെയാണ് നമ്മൾ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തത് രണ്ടാമത്തത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്ന പെയേഴ്സിനെയാണ് നമ്മൾ ഓർഡേർഡ് പെയേഴ്സ് എന്ന് പറയാം. അപ്പോൾ പെയറിൽ രണ്ടെണ്ണം ഉണ്ടാവും. നമുക്കറിയാം, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാവും. അതിൽ ആദ്യത്തേത് തന്നെ ആയിരിക്കണം, രണ്ടാമത്തത് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ ചെരുപ്പ്, അതായത് ഷൂസ് നമുക്ക് പറയാം. അതിൽ വലതുകാലിൻ്റെത് വലതുകാലിനും ഇടതുകാലിൻ്റെത് ഇടതുകാലിനും നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ചേ പറ്റുള്ളൂ. മാറ്റിയിടുമ്പോൾ നമുക്ക് അത് ശരിയാവില്ല. അങ്ങനെയുള്ള പെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. ഇൻ മാത്തമാറ്റിക്സ് വി ക്യാൻ ഗിവ് ആൻ എക്സാമ്പിൾ. ഇൻ ദി കാർട്ടീഷ്യൻ പ്ലെയിൻ, ദാറ്റ് മീൻസ് ദി 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു പോയിന്റ് നമുക്കത് ഒന്ന് നോക്കാം. കാർട്ടീഷ്യൻ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്സ് ആക്സും വൈ ആക്സും വരച്ച് ഒരു പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, വൈ കോർഡിനേറ്റ് ഉണ്ടാവും. എക്സ്, വൈ. ഈ എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഒരു വാല്യൂയിലൂടെ പോകുന്ന ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരക്കുന്നു. അതായത് ഒരു എക്സിലൂടെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരക്കുന്നു. അതുപോലെ വൈ, ഇതാണ് എക്സ് എന്ന് പറയുന്ന വാല്യൂ. അതായത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ വൈ ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ വാല്യൂ ആയിരിക്കും വൈ വരിക. അപ്പോൾ ഈ എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ആക്സിലുള്ള എക്സും വൈ ആക്സിലുള്ള വൈയും ലൂടെയും വരുന്ന പെർപെൻഡിക്കുലേഴ്സ്. യഥാക്രമം എക്സ് ആക്സിനും വൈ ആക്സിനും നമ്മൾ വരക്കുന്ന പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എക്സ് വൈ. നേരെ മറിച്ച് അത് തിരിച്ചെടുത്താലോ, വൈ എക്സ് എടുത്താലോ, വൈ എക്സ് എടുക്കുകയാണെങ്കിൽ ആ പോയിൻ്റ് ഈ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കില്ല, അത് മറ്റൊരു പോയിൻ്റ് ആയിരിക്കും. നമുക്കതിന് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ 2, 3 എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് ആക്സിൽ 2ലൂടെയും വൈ ആക്സിൽ 3 കൂടിയും നമ്മൾ യഥാക്രമം എക്സ് ആക്സിനും വൈ ആക്സിനും പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് 2, 3. ഇനി അത് തിരിച്ചിടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? 3, 2 എന്ന് മാറ്റുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറി. അതായത് അത് മറ്റൊരു പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആ ഓർഡേർഡ് പെയർ 3, 2. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഓർഡറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്കൊരു ഓർഡേർഡ് പെയറിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സിനെ കൺസിഡർ ചെയ്യാം. അതായത് 2, 3 എന്ന് പറയുന്ന പോയിൻറ്റും 3, 2 എന്ന് പറയുന്ന പോയിൻറ്റും ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ഫസ്റ്റ് നമ്പർ 2ഉം സെക്കൻഡ് നമ്പർ 3ഉം ആയാൽ മാത്രമേ ആ പോയിൻ്റ് അതിനെ അത് റെപ്രസെൻ്റ് ചെയ്യുള്ളൂ. അതേപോലെ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 3 തന്നെ ആയിരിക്കണം, സെക്കൻഡ് എലമെൻറ്റ് 2 തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓർഡേർഡ് പെയറിൻ്റെ എക്സാമ്പിളായിട്ട് ആരെ എടുക്കാം? കാർട്ടീഷ്യൻ പ്ലെയിനിൽ, അതായത് 2 ഡയമെൻഷണൽ പ്ലെയിനിലുള്ള പോയിൻറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ 10th പഠിക്കുന്നതാണ്. 2 ഡയമെൻഷണൽ പ്ലെയിനിലുള്ള പോയിൻറ്റ്സിനൊക്കെ പഠിക്കുന്നുണ്ട്, നിർദ്ദേശാങ്ക ജ്യാമിതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? ഇത് തിരിച്ചിടാൻ നമുക്ക് പറ്റില്ല ഒരിക്കലും. ഇതിനെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പോയിൻ്റ് മാറും. അതാണ് ഈ ഓർഡേർഡ് പെയറിൻ്റെ മീനിങ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൺസെപ്റ്റ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റാണ്. ഇനി എന്താണ് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഓർഡേർഡ് പെയറിൻ്റെ ഈക്വാലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. 2 ഓർഡേർഡ് പെയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ എ, ബി ഒരു ഓർഡേർഡ് പെയർ നമ്മൾ എടുക്കുന്നു. സപ്പോസ് A, B is an ordered pair and another ordered pair C, D. When do you say that these two ordered pairs are equal? അതായത് എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും
സി ഡി എന്ന് പറയുന്ന ഓർഡേഡ് പെയറും എപ്പോഴായിരിക്കും അപ്പോഴും ഈക്വലി? ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എപ്പോഴാണ് അത് ഈക്വൽ ആയിട്ട് വരിക? എ എപ്പോഴും സിയോട് ഈക്വൽ ആയിരിക്കണം, അതേപോലെ ബി ഏതിനോട് ഈക്വൽ ആയിരിക്കണം? ഡിയോട് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് കേസിൽ മാത്രം, ഈ രണ്ടും ഒരുമിച്ച് നടന്നാൽ മാത്രമേ എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ സി ഡിയോട് ഈക്വൽ ആവുള്ളൂ. ദഫോർ എ ബി ഈക്വൽ ടു സി ഡി, ordered pair AB equal to ordered pair CD implies what? A equal to C and B equal to D. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമുക്ക് ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് എക്സ് പ്ലസ് 1, y minus 2 equal to ordered pair 3, 1. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു ഓർഡേഡ് പെയർ മറ്റൊരു ഓർഡേഡ് പെയറിനോട് ഈക്വൽ ആകുമ്പോൾ എക്സ് പ്ലസ് 1, y മൈനസ് 2 ഈക്വൽ ടു 3, 1 ആകുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ഈ ഓർഡേഡ് പെയറിൽ ലെഫ്റ്റിലുള്ള ഓർഡേഡ് പെയറിലുള്ള ആദ്യത്തെ എലമെൻറ്റ് റൈറ്റിലെ ഓർഡേഡ് പെയറിലെ ആദ്യത്തെ എലമെൻറ്റിനോട് ഈക്വൽ ആയിരിക്കും. ദഫോർ വി ക്യാൻ റൈറ്റ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 ആൻഡ് y മൈനസ് 2 ഈക്വൽ ടു 1. And from this equation we can write x equal to 3 minus 1, that is equal to 2, therefore x equal to 2, y equal to 1 plus 2, therefore y is equal to 3. And you are asked to find out the values of x and y, therefore x is equal to 2 and y equal to 3. അപ്പോൾ നമ്മുടെ ആൻസറായി. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, എന്നാലും എക്സാമിന് ചോദിക്കാറുണ്ട്, 1 മാർക്കിനൊക്കെ എക്സാമിന് വരാറുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ടേമായ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതിനെ നമ്മൾ മറ്റൊരു പേരും കൂടി പറയും, ക്രോസ് പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ മറ്റൊരു പേര്. അവിടെ നമുക്ക് എ ക്രോസ് ബി രണ്ട് സെറ്റുകൾ കൺസിഡർ ചെയ്യുക. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും, രണ്ട് സെറ്റുകൾ എയും ബിയും ഉണ്ടെങ്കിൽ എ ക്രോസ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ordered pairs x, y such that x belongs to A and y belongs to B. എന്താണ് ഇതിൻ്റെ അർത്ഥം? എയും ബിയും രണ്ട് സെറ്റുകളാണ്, തന്നിട്ടുള്ള രണ്ട് സെറ്റുകളാണ് എയും ബിയും. എ ക്രോസ് ബി എന്ന് പറയുന്നത് ഓർഡേഡ് പെയറുകളുടെ സെറ്റാണ്. എങ്ങനെയുള്ള ഓർഡേഡ് പെയർ ആയിരിക്കണം? ജനറലി വി ഡിനോട്ട് ഇറ്റ് ബൈ എക്സ്, വൈ. എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ എ ക്രോസ് ബിയിൽ ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ എലമെൻ്റായ എക്സ് എയിലുണ്ടായിരിക്കണം, രണ്ടാമത്തെ എലമെൻറ്റ് വൈ ബിയിൽ നിന്നും വരണം. അങ്ങനെയുള്ള ഓർഡേഡ് പേഴ്സിൻ്റെ കളക്ഷനാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേര് ക്രോസ് പ്രൊഡക്റ്റാണ്. ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള പേര് ഒന്ന് ഓർത്ത് വെക്കുക, നമ്മൾ ഇടയ്ക്കിടെ അതാണ് ഉപയോഗിക്കാറ്, ക്രോസ് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ് ദഫോർ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും വരുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1, 2, 3 ആൻഡ് ക്യാപിറ്റൽ ബി ഈസ് സെറ്റ് എ, ബി, ദെൻ ഫൈൻഡ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ. നമുക്ക് നോക്കാം എ ക്രോസ് ബി എങ്ങനെയാണ്, ബി ക്രോസ് എ എങ്ങനെയാണ് എഴുതുകയെന്ന്. അതായത് ആദ്യം നമ്മൾ എഴുതുന്നത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി എന്താണ് നമ്മുടെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് എക്സ്, വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. അതായത് ഈ സെറ്റിനകത്ത് വരേണ്ടത് ഓർഡേഡ് പെയർസാണ്. അതിൽ ആദ്യത്തെ എലമെൻറ്റ് എയിൽ നിന്നും സെലക്ട് ചെയ്യണം, രണ്ടാമത്തെ എലമെൻറ്റ് ബിയിൽ നിന്ന് എടുക്കണം. അങ്ങനെ വരുന്ന എല്ലാ പെയേഴ്സും എഴുതിയാൽ എ ക്രോസ് ബി നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്ന ആദ്യത്തെ പെയർ, നമുക്ക് ആദ്യത്തെ എലമെൻ്റ് എടുക്കാം 1. എയിലുള്ള ആദ്യത്തെ എലമെൻ്റ് എടുത്ത് നമ്മൾ പെയർ ഫോം ചെയ്യുന്നു. ബിയിൽ നിന്ന് രണ്ടാമത്തെ എലമെൻ്റ് വരണം. അപ്പോൾ ആദ്യത്തെ ജോഡി, അതായത് ആദ്യത്തെ ഓർഡേഡ് പെയർ 1, A ആണ്, 1A. അടുത്തത് 1B. ഇപ്പോൾ 1 ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് പെയർ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി 2A, 2B അടുത്ത പെയർ, രണ്ട് പെയേഴ്സ്. പിന്നെ മൂന്നാമത്തെ എലമെൻറ്റ് എയിലുള്ള മൂന്നാമത്തെ എലമെൻറ്റ് 3 ആണ്, 3A, 3B. അപ്പോൾ ഇത്രയും
പെയേഴ്സാണ്. ഇനി അതിന് ശേഷം നമ്മൾ ആ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക, സെറ്റിൻ്റെ ബ്രാക്കറ്റ് പോലെ. അപ്പോൾ ഇത് എ ക്രോസ് ബി എന്ന് പറയുന്നത് ശരിക്കും സെറ്റാണ്. ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എക്സ് കൊമ വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. ഇനി എ ക്രോസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ട് നോക്കുക. എ ക്രോസ് ബിയിലുള്ള അംഗങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. എഴുതി നോക്കാതെ തന്നെ നമുക്ക് അംഗങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് അംഗങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്? എ ക്രോസ് ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം നമുക്ക് ഇവിടെ നോക്കിയാൽ കൗണ്ട് ചെയ്താൽ അറിയാം. 1 2 3 4 5 6 എലമെൻറ്റ്സ് ആണുള്ളത്. അതായത് എയിൽ 3 എലമെൻറ്റ്സും ബിയിൽ 2 എലമെൻറ്റ്സുമാണ്. അപ്പോൾ നമുക്ക് എ ക്രോസ് ബിയിൽ കിട്ടിയിട്ടുള്ളത് എത്ര എലമെൻറ്റ്സാണ്? 3 × 2 അല്ലേ, 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് ഫോം ചെയ്യാൻ പറ്റും. എങ്ങനെ? എ ക്രോസ് ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം എയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണവും മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടുന്ന അതിൻ്റെ പ്രൊഡക്റ്റാണ് എ ക്രോസ് ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം കിട്ടുന്നത്. ഇപ്പോൾ എ ക്രോസ് ബി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ബി ക്രോസ് എ ഒന്ന് എഴുതി നോക്കാം. ബി ക്രോസ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ്. ഇപ്പോൾ ബി ക്രോസ് എ എന്ന് പറയുമ്പം അതിൽ ആദ്യം വരുന്ന സെറ്റ് ബി ആണ്, രണ്ടാമത്തെ സെറ്റ് എ ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പെയർ എഴുതുമ്പോൾ എങ്ങനെ വരേണ്ടി വരും? ആദ്യത്തെ എലമെൻറ്റ് ബിയിൽ നിന്നും എടുക്കണം, രണ്ടാമത്തെ എലമെൻറ്റ് എയിൽ നിന്നും എടുക്കണം. അപ്പോൾ നമുക്ക് എടുക്കുന്നത് എ തുടങ്ങും. ആദ്യത്തെ എലമെൻറ്റ് ബിയിലുള്ള ആദ്യത്തെ എലമെൻറ്റ് എ ആണ്. എ എടുക്കുന്നു, A1 ആദ്യത്തെ ജോഡി, ദെൻ A2, ദെൻ A3 കഴിഞ്ഞു. ഇനി ബി എടുക്കുന്നു, രണ്ടാമത്തെ എലമെൻ്റായ ബി എടുക്കുന്നു, എയിലുള്ള എലമെൻറ്റുമായിട്ട് ജോഡിയാക്കുന്നു. അപ്പോൾ അടുത്ത പെയർ എന്ത് വരും? B1 B2 B3. ഇതാണ് നമ്മുടെ അടുത്ത പെയർ വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര 2 എലമെൻറ്റ് മാത്രമേ നമുക്ക് ബിയിലുള്ളൂ. അപ്പോൾ നമ്മൾ എയിൽ ഉപയോഗിച്ചുകൊണ്ട് പെയർ ഫോം ചെയ്ത് കഴിഞ്ഞു, ബി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞു. ഇതിനെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം ബ്രാക്കറ്റ്. ഇനി നല്ലോണം ഈ എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഒന്ന് ശ്രദ്ധിക്കുക. എ ക്രോസ് ബി ബി ക്രോസ് എയോട് ഈക്വൽ ആയിരിക്കുമോ? ഒരിക്കലും ഈക്വൽ ആവില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 1A അതുപോലെ A1ഉം രണ്ടും ഡിഫറെൻ്റ് ആണല്ലോ. എയും 1ഉം ഈക്വൽ ആവാത്ത കേസിൽ ഇത് രണ്ടും എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ എല്ലാ പെയേഴ്സും നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്കറിയാം ആദ്യത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ജനറലി വി ക്യാൻ സേ ദാറ്റ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എപ്പോഴായിരിക്കും എ ക്രോസ് ബി ബി ക്രോസ് എയോട് ഈക്വൽ ആവുക? എയും ബിയും ഈക്വൽ ആണെങ്കിൽ തീർച്ചയായിട്ടും എ ക്രോസ് ബി ബി ക്രോസ് എയോട് ഈക്വൽ ആയിരിക്കും. പക്ഷേ എയും ബിയും ഡിഫറെൻ്റ് ആകുന്നിടത്തോളം നമുക്ക് എന്ത് പറയാം? എ ക്രോസ് ബി ബി ക്രോസ് എയോട് ഈക്വൽ അല്ല. അപ്പോൾ ഇവിടെ രണ്ടിലും മെമ്പേഴ്സിൻ്റെ എണ്ണം ഈക്വൽ ആണ്, ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ. രണ്ടും ഈക്വൽ അല്ലാത്ത സെറ്റാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ക്രോസ് പ്രൊഡക്റ്റിൽ വരുന്നത് സിംഗിൾ എലമെൻ്റ് അല്ല. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന എയോ ബിയോ പോലെയല്ലല്ലോ ഈ സെറ്റ്. ഇതിനകത്തുള്ളതൊക്കെ ഓരോ എലമെൻറ്റും ഓരോ പെയറാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു എലമെൻറ്റ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? നമ്മൾ പറയേണ്ടത് ഓർഡേർഡ് പെയർ 1A, അല്ലെങ്കിൽ ബി ക്രോസ് എയുടെ ഒരു മെമ്പർ ആരാണ്? ഓർഡേർഡ് പെയർ A3. അല്ലാതെ ഒരു സിംഗിൾ എലമെൻ്റ് അല്ല ഇതിലുള്ള മെമ്പേഴ്സ്. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച 2 കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മിക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച 2 കാര്യങ്ങൾ ഇതാണ്. A cross B is the set of all ordered pair XY such that X belongs to A and Y belongs to B. ഇനി രണ്ടാമത്തെ കാര്യം അതിലെ മെമ്പേഴ്സുമായിട്ട് സംബന്ധിക്കുന്ന കാര്യമാണ്. ഇഫ് N of A, അതായത് എയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം P ആണ്. N of A equal to P and N of B equal to Q, then N of A cross B equal to P into Q. രണ്ടും കൂടി എയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണവും ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് PQ കിട്ടും. അതാണ് എ ക്രോസ് ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം. പ്രൊഡക്റ്റിൽ 2 സെറ്റും ഒരേ സെറ്റ് തന്നെ ആയാൽ എങ്ങനെയാണ് നമ്മളതിൻ്റെ പ്രൊഡക്റ്റ്? അതായത് എ ക്രോസ് എ, വി ക്യാൻ ഡിഫൈൻ എ ക്രോസ് എ ആസ് ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ് എ ബി സച്ച് ദാറ്റ് A, B belongs to ക്യാപിറ്റൽ എ. അപ്പോൾ
അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് മാത്രം നമുക്ക് തന്നിട്ട് അതിൽ എ ക്രോസ് എ കാണാൻ പറഞ്ഞാൽ 2 എലമെൻറ്റും എയിൽ നിന്ന് വരുന്ന വിധം പെയേഴ്സ് ആക്കിയിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് എ ഈക്വൽ ടു സപ്പോസ് എ ഈസ് ഈക്വൽ ടു 0, 1. എങ്ങനെ നമ്മൾ എ ക്രോസ് എ എഴുതുന്നത്? എ ക്രോസ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 2 എലമെൻറ്റും എയിൽ നിന്ന് വരണം. അപ്പോൾ പരമാവധി എല്ലാ ജോഡികളും നമ്മൾ എഴുതേണ്ടി വരും. അതായത് 0, 0, ദെൻ 0, 1, 1, 0, 1, 1. എയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം 2 ആണ് ഇവിടെ അല്ലേ. അപ്പോൾ എ ക്രോസ് എയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 4 മെമ്പേഴ്സ്. അതായത് 2 സ്ക്വയർ മെമ്പേഴ്സ് ആയിരിക്കും നമ്മൾ എ ക്രോസ് എയിൽ ഉണ്ടാവുക. അപ്പോൾ എയിൽ n മെമ്പേഴ്സ് ആണെങ്കിൽ എ ക്രോസ് എയിൽ n സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അവിടെ 2ൻ്റെ സ്ക്വയർ നമ്മൾ എടുത്താൽ മതി. 2 × 2 ദാറ്റ് ഈസ് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് എ. അപ്പോൾ ഒരേ സെറ്റ് ആകുമ്പോൾ നമ്മൾ എ ക്രോസ് എ എന്ന് എഴുതുന്നു. അതിലെ എലമെൻസിൻ്റെ പ്രത്യേകതയും ശ്രദ്ധിക്കുക. എല്ലാ എലമെൻറ്റും എയിൽ നിന്ന് തന്നെ ഉള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഇനി അടുത്ത ഇതേ രീതിയിൽ നമുക്ക് ട്രിപ്പിൾ പ്രോഡക്റ്റ് കൂടി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 3 സെറ്റുകളുടെ പ്രോഡക്റ്റ്, ഒരേ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ പ്രോഡക്റ്റ്. അവിടെ നമുക്ക് കിട്ടുന്നത് 3 എലമെൻറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു ഓർഡേർഡ് ഗ്രൂപ്പാണ്. അതിനെ നമ്മൾ പറയുന്നത് ട്രിപ്ലറ്റ് എന്നാണ്. അതിനെന്താ പറയുക? ട്രിപ്ലറ്റ്. ഓർക്കുക, ആ വാക്കൊന്ന് ഓർമ്മിക്കുക, ട്രിപ്ലറ്റ്. അപ്പോൾ ഇവിടെ എ ബി സി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ട്രിപ്ലറ്റാണ്. ഓർഡേർഡ് ട്രിപ്ലറ്റ് എന്ന് പറയുക. നമ്മൾ പെയർ എന്ന് പറയുന്നതിന് പോലെ ഓർഡേർഡ് ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ എ ക്രോസ് എ ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ട്രിപ്ലറ്റ്സ് സച്ച് ദാറ്റ് എ, ബി, സി ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ട്രിപ്ലറ്റ് എഴുതുന്നത്. നമുക്ക് നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 0, 1. ഇനി നമുക്ക് എ ക്രോസ് എ എങ്ങനെ എഴുതാൻ നോക്കാം. ഈക്വൽ ടു സെറ്റ്, ഈ എല്ലാ എലമെൻറ്റും എയിൽ നിന്ന് വരുന്ന വിധത്തിലുള്ള ട്രിപ്ലറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 0, 0, 0 ഒരു ട്രിപ്ലറ്റ്, ദെൻ 0, 0, 1 അടുത്തത്. അതായത് ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എഴുതിയത് തന്നെ വീണ്ടും വീണ്ടും എഴുതി പോകാതിരിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു എലമെൻ്റ് എടുത്തിട്ട് നമ്മൾ 3 എലമെൻറ്റും ഒരേ രീതിയിൽ വരുന്ന വിധത്തിൽ ഒരു ട്രിപ്ലറ്റ് എഴുതുന്നു. പിന്നെ ഒരു നമ്പർ മാറ്റി, ഞാൻ ഒരു 0 മാറ്റി 1 എടുത്തിട്ട് ഈ ഒരു 1ഉം 2 0ഉം വരുന്ന രീതിയിലുള്ള ട്രിപ്ലറ്റ്സ് എഴുതാം. അപ്പോൾ ഓർഡർ തെറ്റിപ്പോകാതെ നമുക്ക് എല്ലാ എലമെൻറ്റ്സും എഴുതാൻ സാധിക്കും. അപ്പോൾ അതിനെ 0, 1, 0 എന്ന് എഴുതാം. അടുത്തത് വീണ്ടും 1, 0, 0. ഇനി 1 വെച്ചിട്ട് നമുക്ക് എഴുതാം. 2 1ഉം ഒരു 0. അപ്പോൾ 1, 1, 0, 1, 0, 1, then 0, 1, 1, then next 1, 1, 1. ഇവിടെ നമുക്കറിയാം 2 എലമെൻറ്റ്സ് ആണ് എയിലുള്ളത് അല്ലേ. അപ്പോൾ എ ക്രോസ് എയിൽ എത്ര ട്രിപ്ലറ്റ്സ് ഉണ്ടാവും നോക്കാം. 2 × 2 × 2 ദാറ്റ് മീൻസ് 2 ക്യൂബ്, 8 എലമെൻറ്റ്സ് നമുക്കുണ്ടാവും. ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 8 എലമെൻറ്റ്സ്. 1, 2, 3, 4, 5, 6, 7, 8 എലമെൻറ്റ്സ് ആയി. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. 8 എലമെൻറ്റ്സ് ആണ് എ ക്രോസ് എയിലുള്ളത്. അതായത് 2ൻ്റെ എയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണത്തെ ക്യൂബ്, അതാണ് 2 ക്യൂബ്ഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു എലമെൻറ്റ് പോലും ഒഴിവായി പോകാതെ വൃത്തിയായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ എഴുതിയാൽ കൃത്യമായിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് ആ ട്രിപ്ലറ്റ്സ് ഫുള്ളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രിപ്ലറ്റ്സ്, അതായത് ഒരേ സെറ്റ് നമ്മൾ 3 പ്രാവശ്യം എടുത്തുള്ള ക്രോസ് പ്രൊഡക്റ്റാണ് ഈ ട്രിപ്ലറ്റ്സ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ലെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, ക്യാപിറ്റൽ ബി ഈക്വൽ ടു സെറ്റ് 3, 4 ആൻഡ് ക്യാപിറ്റൽ സി ഈക്വൽ ടു സെറ്റ് 4, 5, 6. Then find, first question, A cross B intersection C. Then second one, A cross B intersection A cross C. Then third one, A cross B union C.
ആൻഡ് ഫോർത്ത് വൺ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അതിലാദ്യം ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കണം. അപ്പം ബി യു ആർ ഗിവൺ ബി ആസ് 3, 4 ആൻഡ് സി ആസ് 4, 5, 6. നമ്മൾ നേരത്തെ സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ് ബി ഇൻ്റർസെക്ഷൻ സി. അപ്പം ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു സെറ്റ് ബിയും സിയും നോക്കുക. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമുക്ക് ബി ഇൻ്റർസെക്ഷൻ സിയിൽ വേണ്ടത്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് 4 ആണ്. ഇനി എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് എ നോക്കുക 1, 2, 3 ആണ്. ബി ഇൻ്റർസെക്ഷൻ സി 4 ആണ്. അപ്പോൾ 1, 2, 3യും 4ഉം ഈ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് ആദ്യത്തെ എലമെൻറ്റും ബി ഇൻ്റർസെക്ഷൻ സിയിൽ നിന്ന് രണ്ടാമത്തെ എലമെൻറ്റ് വേണം. ബി ഇൻ്റർസെക്ഷൻ സിയിൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. നമ്മൾ ആദ്യത്തെ പെയർ, അപ്പോൾ ബ്രാക്കറ്റ് വേണം. ക്രോസ് പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ആദ്യം തുടങ്ങേണ്ടത് കേളി ബ്രാക്കറ്റ്, സെറ്റാണത്. അപ്പോൾ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ എലമെൻറ്റ് എയിൽ നിന്ന് വരണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പെയർ 1, 4 എന്ന് എഴുതാം. 1, 4. സെക്കൻഡ് എലമെൻറ്റ് 2, 4. തേർഡ് എലമെൻറ്റ് 3, 4. ആദ്യത്തെ എലമെൻറ്റ് എയിൽ നിന്ന് വേണം. അപ്പോൾ 3, 4. 3 എലമെൻ്റാണ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സിയിലുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ ക്രോസ് ബിയും എ ക്രോസ് സിയും അതിൻ്റെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എ ക്രോസ് ബി കാണണം, എ ക്രോസ് സിയും കാണണം. എന്നിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനാണ് എടുക്കേണ്ടത്, രണ്ട് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമുക്കത് അടുത്തൊരു പേജിൽ ചെയ്യാം. എ ക്രോസ് ബിയും ആദ്യം നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നു. എ ക്രോസ് ബി ഈക്വൽ ടു ദെൻ കേളി ബ്രാക്കറ്റ് ഇടുക. എയിൽ നിന്ന് ആദ്യത്തെ എലമെൻറ്റ്, ബിയിൽ നിന്ന് രണ്ടാമത്തെ എലമെൻറ്റ്. അപ്പോൾ ഓർഡേർഡ് പെയർ 1, 3, 1, 4, 2, 3, 2, 4, 2, 4, then 3, 3, 3, 4. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ എ ക്രോസ് ബി ആയി. ഇനി എ ക്രോസ് സി. എ ക്രോസ് സി എന്ന് പറയുമ്പോൾ എയും ആദ്യത്തെ എലമെൻറ്റ് എയിൽ നിന്നും രണ്ടാമത്തെ എലമെൻറ്റ് സിയിൽ നിന്നും വരുന്ന പെയേഴ്സ്, ഓർഡേർഡ് പെയേഴ്സ്. അപ്പോൾ കിട്ടുന്നത് ഓർഡേർഡ് പെയർ 1, 4, 1, 5, 2, 4, 2, 5, then 2, 6, 3, 4, 3, 5, 3, 6. ഈ ഒരു എലമെൻറ്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. 1, 4, 1, 5, 1, 6 ഉണ്ട് അല്ലേ, അത് എഴുതിയിട്ടല്ലോ. 1, 6. ഇത്രയും എലമെൻറ്റ്സ് ആണ് എ ക്രോസ് സിയിലുള്ളത്. അപ്പോൾ 1, 4, 1, 5, 1, 6, 2, 4, 2, 5, 2, 6, 3, 4, 3, 5, 3, 6. ഇത്രയും എലമെൻറ്റ്സ് ആണ് നമ്മുടെ എ ക്രോസ് സിയിലുള്ള. എയിലുള്ള എലമെൻറ്റ്സ് 1, 2, 3യും ബിയിലുള്ള എലമെൻറ്റ്സ്, സിയിലുള്ള എലമെൻറ്റ്സ് 5, 6ഉം ആണ്. 4, 5, 6ഉം. അപ്പോൾ അത് വെച്ചിട്ട് പെയേഴ്സ് എഴുതുന്നു. ഇനി എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി എന്താണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓർഡേർഡ് പെയേഴ്സാണ് എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലുള്ളത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഓർഡേർഡ് പെയേഴ്സാണ് നമ്മൾ അതിൻ്റെ ഇൻ്റർസെക്ഷനിൽ എഴുതേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റ് ഇടുക. എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്. അപ്പോൾ നോക്കാം, 1, 4 കോമൺ ആണ് അല്ലേ. പിന്നെ ആരാ ഉള്ളത്? 2, 4 കോമൺ ആണ്, 3, 4 കോമൺ ആണ്. ബാക്കി എലമെൻറ്റ്സ് ഒന്നും തന്നെ കോമൺ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 1, 4, 2, 4, 3, 4 ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഓർഡേർഡ് പെയർ 1, 4, 2, 4, ദെൻ 3, 4. ഇത്രയും ഓർഡേർഡ് പെയേഴ്സാണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സിയിലുള്ള മെമ്പേഴ്സ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ അടുത്ത സെറ്റ് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? നോക്കാം, എ ക്രോസ് ബി യൂണിയൻ സി ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ബി യൂണിയൻ സി കണ്ടുപിടിക്കുന്നു, എന്നിട്ട് എ യു ആയിട്ട് ക്രോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ബി യൂണിയൻ സി ആദ്യം നോക്കാം. ഏതാണ് ബി? 3, 4 ആണ്. സി 4, 5, 6 ആണ്. അപ്പോൾ 3, 4ഉം 4, 5, 6ഉം തമ്മിലുള്ള യൂണിയനാണ് ആദ്യം എഴുതേണ്ടത്. ഏതായിരിക്കും? 3, 4, 5, 6 ആണ് ബി യൂണിയൻ
സി. നമുക്കത് പുതിയ പേജിൽ എഴുതാം. ബി യൂണിയൻ സി ഈക്വൽ ടു സെറ്റ് 3, 4, 5, 6. ഇനി എ ക്രോസ് ബി യൂണിയൻ സി. എ ക്രോസ് ബി യൂണിയൻ സിയിൽ എ എന്ന് പറയുന്നത് 1, 2, 3 ആണ്. ബി യൂണിയൻ സി ഇപ്പം നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എ ക്രോസ് ബി യൂണിയൻ സിയിൽ ഉള്ള എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. 1, 3, 1, 4, 1, 5, 1, 6. Then 2, 3, 2, 4, 2, 5, 2, 6. Then 3, 3, 3, 4, 3, 5, 3, 6. അപ്പോൾ എയിൽ 3 എലമെൻ്റാണ്, ബിയിൽ ബി യൂണിയൻ സിയിൽ 4 എലമെൻറ്റ്. അപ്പോൾ ആകെ 12 എലമെൻറ്റ്സ് എ ക്രോസ് ബി യൂണിയൻ സിയിൽ ഉണ്ടായിരിക്കും. ഇനിയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. എ ക്രോസ് ബി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, എ ക്രോസ് സിയും കണ്ടിട്ടുണ്ട്. ഇനി യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എ ക്രോസ് ബിയിലുള്ള എല്ലാ ഓർഡേർഡ് പെയേഴ്സും പിന്നെ എ ക്രോസ് സിയിലുള്ള എല്ലാ ഓർഡേർഡ് പെയേഴ്സും മുഴുവനായിട്ടും ഉള്ള വലിയൊരു സെറ്റ്, അതാണ് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. അപ്പോൾ നേരത്തെ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് എല്ലാം കൂടി ഒരു സെറ്റായിട്ട് എഴുതണം. അപ്പോൾ എന്താ വരിക? എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി ഈക്വൽ ടു ഓർഡേർഡ് പെയർ 1, 3, 1, 4, 1, 5, 1, 4, 1, 5, then 2, 3, 2, 4, 2, 5, 2, 6, 3, 3, 3, 4, 3, 5, 3, 6. അപ്പോൾ ഈ സെറ്റിലും നമുക്ക് 12 എലമെൻറ്റ്സ് കിട്ടുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 11, 12 എലമെൻറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി പറയുന്നത് രണ്ടും ഓർഡേർഡ് പെയേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ അതൊരു വലിയ ഓർഡേർഡ് പെയേഴ്സിൻ്റെ സെറ്റായിട്ട് നമുക്ക് കിട്ടും. ശ്രദ്ധിക്കുക, ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും ഓർഡേർഡ് പെയേഴ്സാണ് അതിൽ ഓരോ മെമ്പേഴ്സും. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 2 ക്രോസ് പ്രോഡക്റ്റുകളുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ 2 പ്രോഡക്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പെയേഴ്സാണ് നമ്മളതിനകത്ത് എഴുതേണ്ടത്. അതുപോലെ യൂണിയൻ എഴുതുമ്പോഴോ 2 ഓർഡേർഡ് പെയേഴ്സിലും 2 ക്രോസ് പ്രോഡക്റ്റിലും കോമൺ ആയിട്ടുള്ള ഓർഡേർഡ് പെയേഴ്സാണ് നമ്മൾ ഇൻ്റർസെക്ഷനിൽ എഴുതുന്നത്. യൂണിയനിൽ എഴുതുമ്പോൾ 2ലുമുള്ള എല്ലാ ഓർഡേർഡ് പെയേഴ്സും യൂണിയൻ്റെ അകത്ത് എഴുതണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് എഴുതണം. സെറ്റ് സാധാരണ സെറ്റ് പോലെയുള്ള ക്രോസ് പ്രൊഡക്റ്റുകളാണ് അതിനകത്തുള്ള ഓരോ മെമ്പേഴ്സും.